അപ്പോൾ വാട്ട് അബൌട്ട് മോഹൻലാൽ ദെൻ? ഇതായിരുന്നു നമ്മുടെ ഇന്ദ്രജിത്തിനെ പറ്റി ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ കമൻറ്റ്. അപ്പോൾ മെയിൻലി രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ദിസ് വാസ് ലാലേട്ടൻ ഇൻ ഹിസ് 20s ആൻഡ് ദിസ് വാസ് ഹിം ഇൻ ഹിസ് 30s ആൻഡ് ദിസ് ഈസ് ഹൗ ഹി വാസ് ഇൻ ഹിസ് 40s. എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ ആവുന്നതിന് മുൻപും സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടിരുന്നപ്പോഴും അതിനുശേഷവും അദ്ദേഹം ഫിറ്റ് ആയിരുന്നു. ഹി വാസ് നെവർ അൺഫിറ്റ് ഡ്യൂറിങ് ദോസ് ടൈംസ്. ഇനി അത് പോട്ടെ. ആസ് ഓഫ് നൗ മോഹൻലാൽ എന്ന് പറയുന്നത് ഈസ് നോട്ട് ജസ്റ്റ് എ സൂപ്പർ സ്റ്റാർ എനിമോർ. ഹി ഈസ് എ കൾച്ചറൽ ഇമേജ് ദാറ്റ് വി ഹാവ് ഇൻ അവർ സ്റ്റേറ്റ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ. അങ്ങനെയുള്ള ഒരാളായിട്ടും ആളുടെ തടി ഒരല്പം കൂടിയപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ബോഡി ഷെയിം ചെയ്തിട്ടില്ലേ? അതിൽ മൂപ്പരോടുള്ള ഹെയ്റ്റ് കൊണ്ട് അദ്ദേഹത്തെ ബോഡി ഷെയിം ചെയ്ത ആളുകളെ നമുക്ക് വിലക്കെടുക്കേണ്ട, അത് വിടാം. പക്ഷെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പല ആളുകളും മനസ്സിലാഗ്രഹിച്ചിട്ടില്ലേ ഇദ്ദേഹം ഒന്ന് തടി കുറച്ച് ഷേപ്പിലായി വന്നിരുന്നെങ്കിൽ എന്ന്? അതെന്തുകൊണ്ടായിരിക്കും? ഇനി നിവിൻ പോളി, എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഡൗൺഫോൾ തുടങ്ങിയത്? ഇനി അതും പോട്ടെ. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി നിവിൻ പോളി ഒരല്പം ഒന്ന് മെലിഞ്ഞ് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം വരും കമൻറ്റ്, അതാ നമ്മുടെ പഴയ നിവിൻ തിരിച്ചു വന്നിരിക്കുന്നു. അല്ല, നിനക്കൊക്കെ എന്താ പുതിയ നിവിൻ ഇഷ്ടപ്പെട്ട? ഈ പഴയ നിവിൻ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ആളുടെ ഫേസോ ആക്ടിങ്ങോ ബോഡി ലാംഗ്വേജോ ഒന്നും അല്ല. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? പിന്നെ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ ബേസിക്കലി നിങ്ങളിൽ മിക്ക ആളുകളും പൊതുസമക്ഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ടൈപ്പ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ അണിയുന്നൊരു മുഖം മൂടിയില്ലേ, അതിനിട്ട് തന്നെയാണ് ഞാൻ കൊട്ടിയത്. അതിനെയും ഞാൻ കൊട്ടു. അപ്പോൾ ലാലേട്ടൻ്റെയും നിവിൻ പോളിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. ഇനി അടുത്തതാരാ? വാ. പിന്നെ ദേവി ഇത് വിജയ് സേതുപതി എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ. ഈസ് നെയ്തർ എ മലയാളി നോർ എ സൂപ്പർ സ്റ്റാർ. സോ എന്തെങ്കിലും പറയാൻ വേണ്ടി എന്തെങ്കിലും പറയരുത്.